നമ്മുടെ മൊബൈൽ സ്റ്റാൻഡിൻ്റെ വർക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൂവീസ് കാണുന്നവർക്കും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതും, അത് വെറും ഒരു PVC പൈപ്പ് വെച്ച്. ഡോയിറ്റീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു PVC പൈപ്പ് കൊണ്ട് എങ്ങനെ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതായത് ഫോൺ ഇതേപോലെ റെസ്റ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ ഓഫീസിലും അല്ലാതെ വീട്ടിലൊക്കെ മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും പറഞ്ഞ് തീർപ്പിക്കുന്നില്ല, നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാം. ബാക്കി വീഡിയോയിൽ കാണാം. നമ്മുടെ മൊബൈൽ സ്റ്റാൻഡിൻ്റെ വർക്ക് നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യം ഇതുപോലുള്ളൊരു 3/4 ഇഞ്ച് PVC പൈപ്പാണ്. ഈ PVC പൈപ്പിൻ്റെ നീളം എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ ആണ്. ഈ PVC പൈപ്പിൽ നമുക്ക് കുറച്ച് മാർക്കിങ്ങുകൾ അടയാളപ്പെടുത്താനുണ്ട്. ആദ്യം തന്നെ 5 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 11 സെൻറ്റിമീറ്ററും നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് ഇതിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു പേപ്പർ റൗണ്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മളങ്ങനെ രണ്ടും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഒരു ഗേജ് ഉപയോഗിച്ചിട്ട് നമുക്കിതിന് ക്രോസ് ആയിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യണം ഇതുപോലെ. അതിനുശേഷം വളരെ കനം കുറഞ്ഞ രീതിയിൽ ഒരു മാർക്ക് കൂടെ നമുക്ക് ചെയ്യാം ഇതുപോലെ ഒരു 3 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ആക്സോ ബ്ലേഡ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യിലൊന്നും കൊള്ളാതെ നോക്കുക, അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ക്രോസായിട്ട് മാർക്ക് ചെയ്തിരുന്ന ആ പോർഷനിൽ കട്ടിങ് കയറരുത് ഇതുപോലെ. അങ്ങനെ റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം, ഈ കാണുന്ന പോലെ. അതിനുശേഷം നമുക്കൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ ബെർസൊക്കെ ഒന്ന് കളഞ്ഞ് സ്മൂത്ത് ആക്കി എടുക്കാം. പിന്നീട് നമുക്ക് ഈ കാണുന്ന പോർഷൻ നമുക്കൊന്ന് ബെൻഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്യാം. ആദ്യം തന്നെ താഴത്തെ ഭാഗം നമുക്ക് ഹീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഹീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് കാണിച്ചതിന് ശേഷം ടോപ്പും ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിങ്ങനെ ബെൻഡ് ചെയ്യാം. അതിനുശേഷം ഫ്ലോറിലായിട്ട് നമുക്കിത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് ആ ബെൻഡിങ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അത് ബെൻഡായിട്ടുണ്ട്. ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് ബെൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രോസ് ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗേജ് വെച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പൈപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മളങ്ങനെ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കാണുന്ന പോർഷനാണ് ബെൻഡായിട്ട് മുകളിലേക്ക്, അതായത് മൊബൈൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന പോർഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കട്ടായി കഴിഞ്ഞു. അതിനുശേഷം ചെറിയ ഒരു ഡിസൈൻ എന്നവണ്ണം സൈഡ് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം, 2 സൈഡ് മാത്രം. ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്. ഓക്കെ, നമ്മളങ്ങനെ അത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ മുകളിലത്തെ ഭാഗം അത് നന്നായി ഒന്ന് ലൈറ്റർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് ആ കട്ടിങ്ങിൻ്റെ ഉള്ളിൽ കയറ്റിയതിന് ശേഷം മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു ആംഗിളിൽ വരുന്ന വിധത്തിൽ നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബെൻഡ് ചെയ്ത പോർഷൻ ജസ്റ്റ് ഒന്ന് ഡിസൈൻ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഡിസൈനാണ് എടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ അനുസരണം, അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. സമയത്തിൻ്റെ പരിമിതി മൂലം ഇത് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല. നമുക്കിതും ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ബെർസൊക്കെ കളഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ പെയിൻറ്റിങ് കഴിഞ്ഞു. പെയിൻറ്റിങ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, എൻ്റെ കയ്യിൽ പെയിൻറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ചെയ്തു എന്ന് മാത്രം. യൂസേജൊക്കെ ഒന്ന് തന്നെയാണ്, പെയിൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഓക്കെ, അങ്ങനെ അതിൻ്റെ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഉണക്കാൻ വെക്കാം. ജസ്റ്റ് ഒരു ദിവസമെങ്കിലും ഉണക്കാൻ വെക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൻ്റെ വർക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൂവീസ് കാണുന്നവർക്കും ഇപ്പോൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നാലേ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഫ്രണ്ട്സിനൊന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്കുക. വീണ്ടും കാണാം. ബൈ.